നമസ്കാരം, ഞാൻ രേഷു. എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് തിരക്ക് കാരണം നമ്മൾ കുറേ കാലമായി വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഇതിന് എന്തൊക്കെ ചെയ്തു എന്നുള്ളതും ഇതിൻ്റെ വിളവെടുപ്പുമാണ് ഈ വീഡിയോ. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ കൃഷിയുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ തണ്ണിമത്തൻ കൃഷി. ഞാൻ 3 വർഷമായി ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ തണ്ണിമത്തൻ. അപ്പോൾ ഞാനിതിന് കാര്യമായിട്ട് 3 പ്രാവശ്യമാണ് വളം പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത് ഇത് വിത്ത് നടുന്ന സമയത്ത് അടിവളമായിട്ട് ഞാൻ ചാണകപ്പൊടിയും കുറച്ച് ചാരവും കൊടുത്തിട്ടാണ് വിത്ത് നട്ടത്. പിന്നെ ഒരു 4 പ്രായമാകുന്ന സമയത്ത് വീണ്ടും ഇതേ വളം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പടർന്ന് വരുന്ന സമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചാണകപ്പൊടിയും ചാരവും കൊടുത്തിട്ടുണ്ട്. ഈ 3 പ്രാവശ്യമാണ് ഞാൻ വളം പ്രയോഗിച്ചിട്ടുള്ളത്. ജൈവ രീതിയിൽ മാത്രമാണ് ഞാൻ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. എന്നാലും നല്ല രീതിയിൽ എനിക്ക് വിളവ് കിട്ടാറുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര വലിപ്പമില്ലെങ്കിലും നമുക്ക് ആവശ്യത്തിന് തണ്ണിമത്തൻ നമുക്ക് വിളവെടുക്കാൻ സാധിക്കാറുണ്ട്. ഞാൻ 3 രീതിയിലുള്ള തണ്ണിമത്തനാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അതിൽ എനിക്ക് നല്ല മധുരം തോന്നിയത് ഈ മഞ്ഞ തണ്ണിമത്തനാണ്. ഈ മഞ്ഞ തണ്ണിമത്തൻ നല്ല രീതിയിൽ ഒരുപാട് കായ്ക്കുന്നത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരിട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ചെറിയ പ്രായത്തിൽ മത്തൻ വണ്ടിൻ്റെ ശല്യം ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ എപ്പോഴും രാവിലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഇലയിലൊക്കെ ചാരം തൂക്കി കൊടുക്കാറാണ് പതിവ്. കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ കുറേ മത്തൻ വണ്ടിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്രാവശ്യം എനിക്ക് നന്നായി വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നല്ല രീതിയിലുള്ള വളപ്രയോഗവും കൂടാതെ നല്ല രീതിയിലുള്ള കാലാവസ്ഥയും കാരണമാണ് ഇങ്ങനെ വിളവെടുക്കാൻ സാധിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് വിളവെടുത്തത്. കടയിൽ നിന്ന് വാങ്ങുന്ന തണ്ണിമത്തനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ജൈവ രീതിയിൽ ചെയ്യുന്ന തണ്ണിമത്തന് തോല് കുറവായിരിക്കും. നമുക്ക് തോലടക്കം തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള തണ്ണിമത്തനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. തണ്ണിമത്തൻ വിളവെടുപ്പ് ചെയ്യാനായി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ഒന്നിക്കിൽ ഇതിനെ തട്ടി നോക്കിയിട്ട് ആ ശബ്ദം മനസ്സിലാക്കിയിട്ട് നമുക്ക് വിളവായോ എന്ന് മനസ്സിലാക്കാം. പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിൻ്റെ ഒരു സ്പ്രിങ് പോലുള്ള ഒരു വള്ളിയുണ്ട്. അത് നല്ല രീതിയിൽ ഉണങ്ങുകയാണെങ്കിൽ നമുക്ക് തണ്ണിമത്തൻ വിളവെടുക്കാൻ സാധിക്കാനായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല രീതിയിൽ മധുരം കിട്ടണമെങ്കിൽ നമ്മൾ വിളവെടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട്, ഒരാഴ്ച മുമ്പായിട്ട് എപ്പോഴും കൊടുക്കുന്ന ആ ഒരു വെള്ളം കൊടുക്കുന്നത് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിലുള്ള മധുരമുള്ള തണ്ണിമത്തൻ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരിട്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, രാത്രിയിൽ എന്താണെന്നറിയില്ല, ഏത് ജീവിയാണെന്നറിയില്ല. പിന്നെ ഞാൻ തണ്ണിമത്തൻ വിളവെടുക്കുന്നതിന് മുമ്പേ ഏതോ ജീവി വന്നിട്ട് ഇത് നല്ല രീതിയിൽ കടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഓരോന്നായിട്ട് കടിക്കാറാണ് പതിവ്, അതും രാത്രിയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരുപാട് തണ്ണിമത്തനുണ്ടല്ലോ, അതിൽ ചിലത് ജീവികൾ തിന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതിനെ അത്ര ഇതാക്കിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഒരു 10-12 തണ്ണിമത്തൻ ഇവർ കടിച്ചു കൊണ്ടുപോയി. പിന്നീട് ഞാൻ എല്ലാ തണ്ണിമത്തനും നല്ല രീതിയിൽ പേപ്പർ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അവർക്ക് വേണ്ടുന്നത് അവർ കൊണ്ടുപോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ വിളവെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്നാലും നല്ല രീതിയിലുള്ള മധുരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടുമായി വീണ്ടും പറയുകയാണ്, തീർച്ചയായിട്ടും നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനും സാധിക്കും, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും സാധിക്കും. ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് വിഷമില്ലാത്ത ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോ തണ്ണിമത്തനും ഒന്ന് മുറിച്ച് നോക്കാം.
അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊന്ന് നോക്കി, എന്താ കളറ്. ഈ കളർ പോലെ തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.